അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ സഹോദരിമാരും സഹോദരങ്ങളും യുവാക്കളും മക്കളും കുട്ടികളും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. നമ്മൾക്ക് മരിക്കുന്നതിൻ്റെ മുമ്പ് മൂമിനായി കിട്ടണം. മരിക്കുന്നതിൻ്റെ മുമ്പ് മൂമിനാവണം. എന്താണ് മൂമിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം ഞാൻ നേരത്തെ പച്ച മലയാളത്തിൽ പറഞ്ഞു. ഇരുട്ടിലൊരു സ്വഭാവവും വെളിച്ചത്തിലൊരു സ്വഭാവവുമല്ല. കല്യാണത്തിന് പോകുമ്പോൾ ഒരു സ്വഭാവവും മരിച്ചിടത്തേക്ക് പോകുമ്പോൾ ഒരു സ്വഭാവവും അല്ല. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എന്ന് പാകപ്പെടും. നിസ്കാരക്കുപ്പായമിട്ടപ്പോൾ ഒരു നിലപാട്, അത് കഴിഞ്ഞ് കല്യാണത്തിന്റെ ഡ്രസ് അണിഞ്ഞപ്പോൾ മറ്റൊരു നിലപാട്. എന്നെ എൻ്റെ പടച്ചവൻ കാണുന്നുണ്ട്, എന്നെ എൻ്റെ മുത്തുനബി വീക്ഷിക്കുന്നുണ്ട്, എന്നെ എൻ്റെ മലായിക്കത്ത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ഒരു ഈമാൻ, അതിൻ്റെ പേരാണ് ഈമാൻ. മറ്റേതിപ്പോ എന്താ, നാവുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് ഈമാനായി. മുസ്ലിം ഐഡന്റിറ്റിയിൽ പേര് വരും. മുസ്ലിം കോളത്തിൽ പേരെഴുതി ഒപ്പിടാൻ പറ്റും. മുസ്ലിം പള്ളിക്കാട്ടിൽ ഇടം കിട്ടും. പക്ഷേ മരിക്കുമ്പോ ഈമാൻ കിട്ടണമെന്ന് ആശയുണ്ടോ? ഒരല്പകാലം മൂമിനായി ജീവിക്കണം. ജീവിതകാലം മുഴുവനും മൂമിനായി ജീവിച്ചവരെ മരിക്കുമ്പോ മൂമിനായി മരിക്കൂ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മരിക്കുമ്പോ മൂമിനായി മരിക്കണമെന്ന് ആശയുണ്ടെങ്കിൽ മരണത്തിന്റെ തൊട്ടു മുമ്പ് നമ്മൾ മൂമിനീങ്ങളാകണം. മരണത്തിന്റെ തൊട്ടു മുമ്പെങ്കിലും നമ്മൾ മൂമിനീങ്ങളാകണം. മരണത്തിന്റെ തൊട്ടു മുമ്പെങ്കിലും നമ്മൾ ഇരുട്ടിലും വെളിച്ചത്തിലും നാഥനായ അല്ലാഹു എന്നെ കാണുന്നുണ്ടെന്ന ചിന്ത വരണം. മുത്തുനബി എന്നെ വീക്ഷിക്കുന്നുണ്ടെന്ന ധാരണ വരണം. മലായികത്ത് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന ചിന്ത വരണം. അത് നമ്മൾക്ക് വന്നതിന് ശേഷം വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ കയ്യിൽ, നമ്മുടെ അടുക്കൽ അസ്റായീൽ അലൈഹിസ്സലാം വന്ന് മരണം പുലുകിയാൽ നമ്മൾ രക്ഷപ്പെട്ടു, മുഅ്മിനീങ്ങളായി മരിച്ചു. മുഅ്മിനീങ്ങളായി മരിക്കാനുള്ള ഫോർമുല നിങ്ങളെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറയും, അമ്മാ മൻ തഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തി റാദിയ. നന്മയും തിന്മയും ഈക്വലായാലും കഴിച്ചിലാകുമല്ലോ. നന്മയും തിന്മയും ഈക്വലായാലും കഴിച്ചിലാകുമല്ലോ എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും സമമായാലും രക്ഷപ്പെടുമല്ലോ. പരിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ആരെങ്കിലും ചിന്തിക്കുമെന്നെങ്കിൽ അത് ശരിയാണ്. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള ഒരവസ്ഥയിൽ ഈ ഒരവസ്ഥ അവനിക്ക് വരണം. ഏതൊരവസ്ഥ? എൻ്റെ പടച്ചോനും എൻ്റെ മുത്തുനബിയും എൻ്റെ മലായികത്തും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഏതുപോലെ? എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എൻ്റെ പെങ്ങളും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും അയൽക്കാരും കൂട്ടക്കാരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവരൊക്കെ സേഫായി. അവരൊന്നും നമ്മുടെ ചണ്ടിത്തരം കാണേണ്ടി വന്നില്ല, ഒരു തെറ്റത്തരം കാണേണ്ടി വന്നില്ല, ഒരു മൊബൈലിൽ അബദ്ധസഞ്ചാരം അവർ കാണേണ്ടി വന്നില്ല. ഈ ഒരവസ്ഥ നമ്മൾക്ക് പടച്ചവനിലും മുത്തുനബിയിലും മലായികത്തിലും നമ്മൾക്കുണ്ടാവണം. അതിന്റെ പേരാണ് ഈമാൻ. ആഖിബത്ത് നന്നായി മരിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിന്റെ അർത്ഥം എന്താ? ഇതാണ്. ഈ ഒരവസ്ഥ മരിക്കുന്നതിന്റെ മുമ്പുണ്ടാകുക. ആർക്കാ ഇതുണ്ടാകുക? 1000-ൽ ഒരാൾക്ക്. നമ്മുടെ ഈ സലാത്തിന്റെ ഈ മജ്ലിസിൽ വന്ന് അഭിവന്യരായ ശൈഖുനാ ഉസ്താദിനെ കാത്തു നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും 1000-ൽ ഒരാളാവണം. ആരും പുറത്തു പോകാൻ പാടില്ല. ഹബീബായ മുത്തുനബി ഒരു ദിവസം മോദി, ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അളീം. ഖിയാമത്ത് നാളിന്റെ പ്രകമ്പനം കഠോരമാണ്. ഖിയാമത്ത് നാളിന്റെ ആ കിലുക്കം വല്ലാത്തൊരു സംഗതിയാണ്. ആ ദിനം ഭയങ്കരാണ് എന്നർത്ഥം വരുന്ന ആയത്തോതിയിട്ട് മുത്തുനബി സഹാബത്തിനോട് ചോദിച്ചു, അത്തദ്റൂന അയ്യു യൗമിൻ ഹാദാ,
ഈ ദിവസം ഏതാണെന്നറിയുമോ? മുത്തുനബി മറുപടി, മുത്തുനബി സ്വഹാബത്തിനോട് ചോദിച്ചു, ഈ സൽസലത്തു സാഅത്ത്, ഈ ഖിയാമത്ത് നാൾ ദിവസം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? സ്വഹാബത്തൊന്നും മിണ്ടിയില്ല. മുത്തുനബി തുടർന്നു, ഈ ദിവസം നിങ്ങളുടെ പിതാവായ ആദം നബിയോട് അല്ലാഹു തആല പറയുന്ന ഒരു ദിവസമാണ്. എന്താണ് പറയുന്നത്? ഖും ഫബ്അസ് ബഅസന്നാർ, ഖും ഫബ്അസ് ബഅസന്നാർ. നരകത്തിലേക്ക് പോകാനുള്ളോല നരകത്തിലേക്ക് വിളിച്ചോളൂ, നിങ്ങളൊന്ന് സജീവമായി ആദം നബിയേ. നരകത്തിക്കുള്ളോല നരകത്തിക്ക് തൊളിച്ചോളി, സ്വർഗത്തിക്കുള്ളോല സ്വർഗത്തിക്ക് വിളിച്ചോളി, ഒക്കെ അങ്ങോട്ട് വഴിതിരിച്ച് വിട്ടാളി എന്ന് നിങ്ങളുടെ പിതാവായ ആദം നബിയോട് പടച്ചവൻ പറയും അന്ന്. അപ്പൊ ആദം നബി പടച്ചവനോട് ചോദിക്കുകയാണ്, കം, എത്ര ആളെയാണ് നരകത്തിക്ക്, എത്ര ആളെയാണ് സ്വർഗത്തിക്ക്? അപ്പൊ അല്ലാഹു തആല പറയും, ഫീ അൽഫിൻ തിസ്ഉമിഅത്തിൻ വതിസ്അത്തും വതിസ്ഊന ഇലന്നാർ വവാഹിദുൻ ഇലൽ ജന്ന. ഓ എൻ്റെ പെണ്ണുങ്ങളെ ആലോചിച്ചോളണം, ആണുങ്ങളെ ചിന്തിച്ചോളണം. തെറ്റൊട്ടേറെ ചെയ്തു പോയ പാപം ചെയ്ത തൻ്റെ തടിയെ, തൻ്റെ ശരീരമേ ആലോചിച്ചോളണം. മുത്തുനബി ഇതങ്ങോട്ട് പറഞ്ഞ സമയം 1000 ആളുകളുണ്ടെങ്കിൽ 999 നരകത്തിലേക്ക് വിളിച്ചോളൂ. വവാഹിദുൻ ഇലൽ ജന്ന, ഒരാളെ സ്വർഗത്തിലേക്ക് വിളിച്ചോളൂ. അല്ലാഹു അക്ബർ. 1000 മക്കളെ നിങ്ങൾ ഇങ്ങോട്ട് പെറുക്കിയെടുത്താൽ 999 നരകത്തിന്റെ കക്ഷികളാണ്. വവാഹിദുൻ ഇലൽ ജന്ന, ഒരാളാണ് 1001 സ്വർഗത്തിലേക്ക്. ആ കണക്കിനങ്ങ് പോകട്ടെ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുന്നു, വൗബിലിസൂ, ആ സഹാബത്ത് വിഷണ്ണരായി, ഫജഅലൂ യബ്കൂൻ, അവര് കരയാൻ തുടങ്ങി. ഫതഅത്തലു ഇസ്തിഗാലഹും, അവര് പണിക്ക് പോകുന്നില്ല, ജോലിക്ക് പോകുന്നില്ല, അവര് പച്ചക്കറി പണിക്ക് പോകുന്നില്ല, ആടുമേക്കാൻ പോകുന്നില്ല. മുത്തുനബി അവരിലേക്ക് വന്ന് ചോദിച്ചു, എന്തേ നിങ്ങളൊന്നും പണിക്ക് പോകാത്തത്, എന്തേ നിങ്ങളൊന്നും തൊഴിലിന് പോകാത്തത് നബിയേ? തങ്ങൾ ഇന്നലെ പറഞ്ഞ് പോയ സംഭവം കേട്ടിട്ട് ഞങ്ങളെങ്ങനെ പണിക്ക് പോകാനാണ്? 1000 ആളുകളെ എടുത്താൽ 999 നരകത്തിലേക്കും 1 സ്വർഗത്തിലേക്കും എന്ന് കേട്ടിട്ട് പിന്നെ ഞങ്ങളെങ്ങനെ പണിക്ക് പോകും? എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബിങ്ങളെ, ആ ഖിസ്സ തുടരുന്നുണ്ട്. അത് സ്വഹാബത്തിനുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഇതിൽ തന്നെ നിൽക്കണം. ഈ 1000-ൽ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ, ഈ 1000 ആളുകളെ നമ്മൾ പെറുക്കിയെടുത്താൽ അള്ളാഹുവിനെ പേടിച്ച് ഇരുട്ടിലും വെളിച്ചത്തിലും കഥകടഞ്ഞാലും കഥക് തുറന്നാലും, ഒറ്റക്കായാലും കൂട്ടത്തിലായാലും നാട്ടിലായാലും വിദേശത്തായാലും, നമ്മെ പടച്ചനാഥനായ അള്ളാഹുവിനെ ഒരേപോലെ പേടിക്കുന്ന, ഒരേപോലെ വിശ്വസിക്കുന്ന, ഒരേപോലെ കുറവാകുന്ന, ഒരേപോലെ മടിയാകുന്ന, ഒരേപോലെ വിശ്വസിക്കുന്ന ഒരുത്തനാരോ അവനാണ് സ്വർഗാവകാശി. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. എന്തൊക്കെ സൂക്ഷിക്കണതിനെ, എന്തൊക്കെ സൂക്ഷിക്കണതിനെ? കണ്ണ് സൂക്ഷിച്ചോളണം. കണ്ണ് ഏറ്റവും വലിയ വില്ലനാണ്. കണ്ണാണ് ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന ഏറ്റവും വലിയ ഒരവയവം. കണ്ണെന്തോ ഒരവയവമാണ്. ഇക്കണ്ണ് കൊണ്ടല്ലേ നമ്മൾ മുസ്ഹഫ് കണ്ടത്, ഇക്കണ്ണ് കൊണ്ടല്ലേ നമ്മൾ ഉമ്മാനെ കണ്ടത്, ഇക്കണ്ണ് കൊണ്ടല്ലേ നമ്മൾ കഅബ കണ്ടത്, ഇക്കണ്ണ് കൊണ്ടല്ലേ നമ്മൾ സ്വാലിഹീങ്ങളെ കണ്ടത്, ഇക്കണ്ണ് കൊണ്ടല്ലേ നമ്മൾ സുഹൃതങ്ങൾ കണ്ടത്. കണ്ണ് വല്ലാത്ത മുതലാണ്. എന്നാൽ ഈ കണ്ണിന് നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് ഏതാണ്? തെറ്റുകൊണ്ട് തെറ്റിന്റെ കൂമ്പാരങ്ങൾ മുഴുവനും
അക്കൗണ്ടുകൾ മുഴുവനും നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത് ഈ കണ്ണുകൊണ്ടാണ്. ഞാൻ എൻ്റെ അഹ്ബാബിങ്ങളെ നേരത്തെ ഉണർത്തിയിട്ടുണ്ട്, വീണ്ടും ഉണർത്തുന്നു. പുതിയ ഓഡിയൻസിനെ പ്രതീക്ഷിച്ചും ഇതിന്റെ മറ്റു സംവിധാനങ്ങളെ പ്രതീക്ഷിച്ചും വീണ്ടും ഉണർത്തുകയാണ്. കണ്ണ് സൂക്ഷിക്കലല്ലാതെ രക്ഷപ്പെടാൻ മാർഗങ്ങളില്ല. അകത്തളത്തിൽ മൂത്തച്ചിയുണ്ട്, ഇളച്ചിയുണ്ട്, ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുണ്ട്, അനുജത്തിയുണ്ട്, ജ്യേഷ്ഠന്റെ ഭാര്യയുണ്ട്, അനുജന്റെ ഭാര്യയുണ്ട്, അമ്മായിമ്മയുടെ ജ്യേഷ്ഠത്തിയുണ്ട്, അനുജത്തിയുണ്ട്, എളാപ്പാന്റെ മക്കൾ, മൂത്താപ്പാന്റെ മക്കൾ, അമ്മായിന്റെ മക്കൾ, അമ്മോന്റെ മക്കൾ, അമ്മോന്റെ ഭാര്യ, നിരന്നവള ഒക്കെ പച്ചത്തെറ്റ്. പറ്റുമോ നമ്മൾക്ക്? നമ്മുടെ കൺസെപ്റ്റ് അതല്ലല്ലോ ഉസ്താദേ, നമ്മുടെ നാട്ടിന്റെ നടപ്പ് അതല്ലല്ലോ ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മരിക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ അവിടെ ഹിജാബ് സൂക്ഷിക്കണം, അവിടെ നമ്മൾ മറ സൂക്ഷിക്കണം. അങ്ങനെ കത്തിക്കേറി സിറ്റ് ഔട്ടിക്ക് പാഞ്ഞു കയറി, എന്നിട്ട് പിന്നെ ഡൈനിങ്ങിലേക്ക് പാഞ്ഞു കയറി അടുക്കളയിലേക്ക് ചെന്ന് സംസാരിക്കല്ല. അതൊക്കെ നിർത്താൻ സമയമായി, മരിക്കണം നമ്മൾക്ക്. അതൊക്കെ ഒന്ന് നിർത്തി അവസാനിപ്പിച്ച് മരിക്കാനുള്ള ഒരു ഒരുക്കത്തിൽ നമ്മൾ ഒരുങ്ങണം. പറയുമ്പോ നിങ്ങൾക്ക് നീരസപ്പെടുന്നുണ്ടോ? നീരസപ്പെട്ടിട്ട് കാര്യമില്ല, നീരസപ്പെട്ടിട്ട് കാര്യമില്ല. ചിന്തിച്ചോളണം, നമ്മൾ ആലോചിക്കണം. നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയാൽ നിരന്ന വിളയാണ്. കല്യാണ വീടുകളിൽ മുറ്റത്ത് ആണും പെണ്ണും നിരക്കെ, മണ്ഡപങ്ങളിൽ കല്യാണം ഒരു വീരി പോലും തൂക്കാതെ ആയിരക്കണക്കായ ആളുകളെ വിളിച്ചു വരുത്തി ഹറാമിന്റെ കൂമ്പാരം ചെയ്തു. ഒട്ടകത്തെ പോറ്റി ആടിനെ മേച്ച് പേറ്റെടുപ്പ് നടത്തിയിട്ടുണ്ടാക്കിയ കാശ് മുഴുവനും കല്യാണ മണ്ഡപത്തിൽ കൊണ്ടുപോയി തച്ചുടച്ച് ഒരു വിരി പോലും തൂക്കാതെ ആണും പെണ്ണും ലൈവായി ഭക്ഷണം കഴിച്ച് ഹറാമിന്റെ കൂത്തരങ്ങായി മാറുന്ന കല്യാണ മണ്ഡപങ്ങളും ഓഡിറ്റോറിയങ്ങളും. ആരോട് പറയും കഥ? എത്ര കഷ്ടപ്പെട്ടാണ് ഈ കാശുണ്ടാക്കിയത്? തന്റെ കുഞ്ഞിന്റെ 1.5 വയസ്സായ 2 വയസ്സായ കുഞ്ഞിന്റെ കുഞ്ഞിക്കാല് അവരുടെ ആ കൊഞ്ചിക്കുഴഞ്ഞാടിയ സംസാരം കേൾക്കാൻ ഈ ഉപ്പക്ക് സാധിച്ചിട്ടില്ല. 4 വർഷം ഗൾഫിലാണ്, പ്രസവിച്ചു പോയതാണ്, പ്രസവിക്കുന്നതിന് മുമ്പ് പോയതാണ്. 4-ാം വയസ്സിലാ തിരിച്ചു വന്നത്. എന്താ ഉള്ളത്? മോളെ കല്യാണം ഉണ്ട്. എന്താ പണി? ഇതാ പണി. ഓ, വല്ലാത്ത വേദന. തന്റെ ഭാര്യയോടൊപ്പം ജീവിച്ച കാലഘട്ടം എത്രയെന്ന് ചോദിച്ചാൽ 1.5 കൊല്ലം. 23-ാം വയസ്സിൽ കല്യാണം കഴിച്ച് 33, 43, 53, 63 ഗൾഫില് 40 കൊല്ലം. 40 കൊല്ലത്തെ ഗൾഫ് ജീവിതത്തിനിടയ്ക്ക് തന്റെ ഭാര്യയോടൊപ്പം ജീവിച്ച എത്ര കാലം? ആദ്യത്തെ വരവിന് 3 മാസം, പിന്നത്തെ വരവിന് 4 മാസം, പിന്നത്തെ വരവിന് 2.5 മാസം, പിന്നെ കെട്ടിക്കാനുള്ളത് കൊണ്ട് പിന്നത്തെ വരവിന് 1.5 മാസം. കടം വീട്ടാൻ പിന്നെയും പോയി. ഏതാ കടം? ഈ മണ്ഡപത്തിലെ കല്യാണത്തിന്റെ കടം. ആർക്കേ തിന്നാൻ കൊടുത്തത്? ഈ നാട്ടുകാർക്ക്. എങ്ങനെ തിന്നാൻ കൊടുത്തത്? ആണും പെണ്ണും ഇടകലർന്ന്. ഇതൊക്കെ ഈ കാലത്ത് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. ഇത് ഏറ്റവും വലിയ ഒരു സംഗതിയാണ്. ഇത് നമ്മൾ കാലം ഒരുപാട് ഒഴുകി, ഇതൊക്കെ കാലത്തിന്റെ കുത്തൊഴുക്കാണ്, ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ എന്ന് പറയാൻ പറ്റുമോ നമ്മൾക്ക് ഇതിനെ പറ്റി? അത് പറ്റൂലല്ലോ. അതുകൊണ്ട് നമ്മൾ ശരിയാവണം, നമ്മൾ റെഡിയാവണം. നമ്മുടെ കല്യാണ മണ്ഡപങ്ങൾ, നമ്മൾ പങ്കെടുക്കുന്ന നമ്മുടെ വീട്ടിലെ കല്യാണങ്ങൾ ശരിപ്പെടുത്താൻ നമ്മൾക്കാകുമല്ലോ. ഒന്ന് തലേ ദിവസം ഒന്ന് പോയി ഒരു വിരിയൊക്കെ വലിച്ചു കെട്ടി പരമാവധി പെണ്ണുങ്ങളൊക്കെ ചുരുക്കി, ഇങ്ങനെയൊക്കെ അല്ലാതെ ഇങ്ങനെ പറയാം. എനിക്കിതൊക്കെ പറയാൻ കഴിയും. ഞാൻ എൻ്റെ 3 മക്കളെ കെട്ടിച്ചിട്ടും കല്യാണം ഉണ്ടാക്കിയിട്ടില്ല, ഒരു പുതിയെണ്ണ പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാം, ആണും പെണ്ണും നമ്മളുടെ ഇഖ്തിലാഫ് മാത്രം പഠിച്ചിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. എൻ്റെ പരിചയക്കാരും എൻ്റെ ബന്ധക്കാരും എൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ ആണെങ്കിൽ എത്ര വലിയ കല്യാണം പൊടിച്ചുണ്ടാക്കാം. ആണും പെണ്ണും ഇഖ്തിലാത്താകുന്നത് മാറ്റാൻ എനിക്ക് സാധിക്കില്ലെന്ന് പൂർണ്ണമായും എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ ആ പണിക്ക് നിന്നിട്ടില്ല. വലില്ലാഹിൽ ഹംദ്. അള്ളാഹു സാക്ഷിയാണ്. അതുകൊണ്ട് മോലേരെങ്ങനെ കല്യാണം ഉണ്ടാക്കി നോക്കണ്ട.
എൻ്റെ മൂന്നാമത്തെ മകളെ കല്യാണം കഴിഞ്ഞ വലിയൊരു അതിൻ്റെ മുമ്പത്തെ വലിയൊരു നാക്ക്. എങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് പോലും രണ്ടാൾ വന്നു മാറ്റി ഒരു ഒറ്റ വണ്ടിയിൽ അവരെ കൊണ്ടുപോയി. കഴിഞ്ഞു പരിപാടി. 3 പെണ്ണുങ്ങൾ വന്നു. അവളെ കൊണ്ടുപോയി. ഒറ്റ കുട്ടി വേക്കാൻ പറ്റില്ല. പനങ്ങാട്ടൂർ കട്ടിച്ച ഒരു 10-15 കിലോമീറ്ററിന് വിട്ടുന്നത്. ഞാനിത് പറഞ്ഞെന്തിനാ? ഇത് നമ്മൾ സൂക്ഷിക്കണ്ടേ, നമ്മളിത് നോക്കണ്ടേ, മരിക്കണ്ടേ? നമ്മൾക്ക് എല്ലാ വഖത്തിനും പള്ളിയിൽ സർവം റെഡി. ഖുർആൻ ക്ലാസ്സിനുണ്ടാവും, പരിപാടിക്കുണ്ടാവും, സലാത്തിനുണ്ടാവും. അവനാൻ്റെ പെരിയിലൊരു കല്യാണം ഉണ്ടായാൽ മുഴുവനും കൊണ്ട് ഇട്ടോടി. അപ്പൊ സ്റ്റേജമ്മ കയറി ഒന്നിച്ച് ഫോട്ടോ എടുക്കണേനും പ്രശ്നമില്ല. സ്റ്റേജമ്മ കയറി മോളും അന്യ ആണുങ്ങളും നിന്ന് ഫോട്ടോ എടുക്കണേനും പ്രശ്നമില്ല. ഓളുവാനും കൂടി ഒന്നിച്ച് കൂട്ടിച്ച് പ്രദർശന വസ്തുവാക്കണേനും പ്രശ്നമില്ല. ഒന്നിച്ച് പോകണേനും പ്രശ്നമില്ല. അതങ്ങോട്ട് കയറി വന്ന് താലി കെട്ടണേനും പ്രശ്നമില്ല, മഹർ കെട്ടണേനും പ്രശ്നമില്ല. അപ്പൊ ഒന്നായിട്ട് കൂട്ടായിട്ട് പിന്നെ പുതിയാപ്പൻ്റെ കൂടെ ആൾക്കാർ വരുന്നതിനും പ്രശ്നമില്ല, ഫോട്ടോ എടുക്കണേനും പ്രശ്നമില്ല. ഒക്കെ പോയി തട്ടി അങ്ങോട്ട് തകർന്ന് തരിപ്പണായി. അങ്ങനെയൊക്കെയല്ലാതെ നടക്കോ ഉസ്താദേ? അവിടെയാണ് ഈ ഹദീസ് പ്രസക്തമാകുന്നത്. ഇന്ന സൽസലത്ത സാഅത്തി ശൈഉൻ അളീം. ഖിയാമത്ത് നാളിന്റെ പ്രകമ്പനം വളരെ വലിയ ഒരു സംഭവമാണ്. ഈ ആയത്ത് ഓതിയപ്പോൾ മുത്തുനബി സഹാബത്തിനോട് ചോദിച്ച ചോദ്യം അതാണ്. അത്തദ്റൂന അയ്യൗമിൻ ഹാദാ, ഈ ദിനം ഏതെന്നറിയുമോ സഹാബ? ഈ ദിനത്തിലാണ് നിങ്ങളുടെ പിതാവായ ആദം നബിയോട് അല്ലാഹ് പറയുന്നത്, നിങ്ങളൊന്ന് സജീവമായി ആദം നബിയെ, നിങ്ങളെ മക്കളെ, നിങ്ങളുടെ ദുരിയത്തിൽ നിന്ന്, മക്കളിൽ നിന്ന് നരകത്തിക്കുള്ളോലെ ഒന്ന് നരകത്തിക്ക് വിളിച്ചോളി, സ്വർഗത്തിക്കുള്ളോലെ ഒന്ന് സ്വർഗത്തിക്കും വിളിച്ചോളി. എത്രയാളെയാണ് വിളിക്കേണ്ടത്? ഫീ അൽഫിൻ തിസ്ഉമിഅത്തിൻ വതിസ്അത്തുൻ വതിസ്ഊന ഇലന്നാർ വവാഹിദുൻ ഇലൽ ജന്ന. പേടിയല്ലേ നമ്മൾക്ക് ഈ കാര്യം? ഭയമല്ലേ നമ്മൾക്ക് ഈ കാര്യം? ഇത് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട അഹ്ബാബീങ്ങൾ ആലോചിക്കണം. ഇന്ന് ലോകത്ത് 590 കോടി ജനങ്ങളാണ് ഇസ്ലാമിന് വെളിയിൽ. മൊത്തം 810 കോടി ജനങ്ങൾ ഒരൽപ്പവുമൊക്കെ മിനിങ്ങ് കൂടിയിട്ടുണ്ട്. പ്രസവത്തിനനുസരിച്ചല്ലല്ലോ മരണം നടക്കുന്നത്. മരണത്തിനേക്കാളും കൂടുതലല്ലേ പ്രസവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ വർദ്ധിച്ച് വരികയാണ്. ആ അർത്ഥത്തിൽ 810-ൽ നിന്നൊരു മിനിങ്ങ് കൂടി എന്ന് വരും. ഇരിക്കട്ടെ, ഞാനത് പറഞ്ഞു വെച്ചതാണ്. 590 കോടി ജനങ്ങൾ ഇസ്ലാമിന് വെളിയിൽ ജീവിക്കുന്നു. ക്രിസ്ത്യാനികൾ, ഹൈന്ദവർ, മറ്റു ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, മതമില്ലാത്തവർ. എന്നാൽ 220 കോടി ജനങ്ങളല്ലേ മുസ്ലിമീങ്ങൾ. 810 കോടി ജനങ്ങളിൽ 220 കോടി ജനങ്ങൾ മുസ്ലിമീങ്ങൾ. നമ്മുടെ രാജ്യത്തിൻ്റെ, ഇന്ത്യ രാജ്യത്തിൻ്റെ കണക്കറിയുമോ നിങ്ങൾക്ക്? 148 കോടി ജനങ്ങൾ ഇന്ത്യ രാജ്യത്ത് അധിവസിക്കുന്നു. ലോക ജനസംഖ്യയുടെ 1/6 ഭാഗം നമ്മുടെ രാജ്യത്താണുള്ളത്. അതിൽ 26 കോടി ജനങ്ങളാണ് മുസ്ലിമീങ്ങൾ. ബാക്കി 120ഓളം വരുന്ന കോടി ജനങ്ങൾ ഇസ്ലാമിന് വെളിയിലാണ്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ. മുഴുവൻ ആളുകൾക്കും കടന്നു വരാനുള്ള വാതായനങ്ങൾ യാതൊരു ഒബ്ജക്ഷനുമില്ലാതെ മലർക്കെ തുറക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുവരുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് മനസ്സ് പൊരുത്തപ്പെടാത്തത് കൊണ്ട് ഈമാനേറ്റ കിട്ടുന്നുമില്ല. ഇരിക്കട്ടെ, എൻ്റെ വിഷയം അവിടെയല്ല. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന 220 കോടി ജനങ്ങൾക്ക് 120 സ്വഫുകളായി നാളെ പരലോകത്ത് നമ്മളെ നിർത്തുമ്പോ 220 കോടിയുടെ ശരാശരിക്ക് എത്ര സ്വഫ് കിട്ടണം? ഒരു 30 സ്വഫെങ്കിലും കിട്ടണം. 120-ന്റെ 810-ന്റെ 4-1 ഭാഗത്തേക്കാൾ കൂടുതലില്ലേ 220 കോടി എന്നത്? ആ അർത്ഥത്തിൽ നമ്മൾക്ക് 120-ന്റെ 30 സ്വഫെങ്കിലും കിട്ടണ്ടേ 4-1? എന്നാൽ കേൾക്കണോ നിങ്ങൾക്ക്, 120 സ്വഫുകളായി നാളെ പരലോകത്ത്
ജനങ്ങളെ മുഴുവനും കൂടി നിർത്തിയാൽ അതിൽ 3 സൊഫ് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ളത്. 117 സൊഫും നരകത്തിലേക്കാകുന്നു. അല്ലാഹു അക്ബർ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 30 സൊഫ് മുസ്ലിങ്ങൾ ഇന്ന് മുസ്ലിങ്ങളായി ജീവിക്കുന്നവർ മുഴുവനും സ്വർഗത്തിന്റെ സൊഫിൽ നിലനിൽക്കുകയാണെങ്കിൽ 120 സൊഫിൽ നിന്ന് 30 സൊഫെങ്കിലും കിട്ടണം. എന്നാൽ 3 സൊഫേ ഉള്ളൂ. മുത്തുനബി പറഞ്ഞു, എൻ്റെ സ്വഹാബത്ത് മുഴുവനും അതിലുണ്ട്. മുത്തുനബി തുടർന്നു, എൻ്റെ അഹ്ലു ബൈത്ത് മുഴുവനും അതിലുണ്ട്, സദാത്യങ്ങൾ മുഴുവനും അതിലുണ്ട്. പിന്നെയാണ് ഡെലിഗേറ്റ്സായി നമ്മൾക്ക് കേറാൻ. ആ 3 സൊഫിൽ മാത്രം സ്വർഗക്കാരൊതുങ്ങിയപ്പോ നമ്മൾക്ക് എന്തു കിട്ടി? മരിക്കുമ്പോ ഈമാൻ കിട്ടാതെ മരിക്കുന്നവരാണ് കൂടുതൽ എന്ന് കിട്ടി. ഈ കണക്ക് നമ്മളെ സൂചിപ്പിച്ചു. അതുകൊണ്ടൊരിക്കലും 1000-ൽ-1 സ്വർഗത്തിലേക്കെന്ന് പറഞ്ഞപ്പോൾ അത് മറ്റു മതസ്ഥരായിരിക്കുമെന്ന് പറഞ്ഞ് എഴുതി തള്ളേണ്ടതില്ല. അതിൽ നമ്മൾ മുസ്ലിങ്ങളായി ജീവിച്ചവരായ ആളുകളും അക്കൂട്ടത്തിലുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് പലിശ ഇടപാടുകാരെ ആലോചിച്ചോളണം, മാറി നിൽക്കണം. ബാങ്കിൽ അക്കൗണ്ട് ചെയ്ത് പലിശ വാങ്ങി കഴിക്കുന്നവരുണ്ടോ ആലോചിക്കണം. സ്വകാര്യമായി പൈസ കടം കൊടുത്ത് പലിശ പിന്നിലൂടെ വാങ്ങുന്നവരുണ്ടോ ആലോചിക്കണം. ബംഗാളികളെയോ അസാമികളെയോ ഇടനിലക്കാരായി നിർത്തി കടം കൊടുത്ത് പലിശ വാങ്ങുന്ന ബിനാമി ഇടപാടുകാരുണ്ടോ ആലോചിക്കണം. ലോൺ എടുത്ത് കച്ചവടം ചെയ്യുന്നവരാലോചിക്കണം. ലോൺ എടുത്ത് കമ്പനി തുടങ്ങുന്നവരാലോചിക്കണം. ജീവിതത്തിൽ കളവ് പറയൽ എന്ന അസുഖമുള്ളവരാലോചിക്കണം. കളവ് പറയൽ എന്ന വിഷയം ജീവിതത്തിൽ നിന്ന് പാടെ എടുത്തു മാറ്റണം. തമാശക്ക് പോലും കളവ് പറയരുത്. ഞാൻ ഹലാലായ ഒരു പൊള്ളു പറഞ്ഞു, 2 കുറ്റം. ഒന്ന് പൊള്ളെന്ന കുറ്റം, അത് ഹലാലാണെന്ന് വിശ്വസിച്ച കുറ്റം, അല്ലെങ്കിൽ പറഞ്ഞ കുറ്റം. ഞാൻ അവിടെ ഒരു ഹലാലായ പൊള്ളു പറഞ്ഞു, ഞാൻ അതിന് കഴിച്ചിലാകാൻ ഒരു ഹലാലായ നുണ പറഞ്ഞു. ഇതൊക്കെ നാടൻ ഭാഷയായി വരുന്നുണ്ട് ഇപ്പോൾ. അപകടം. എന്നാൽ കളവ് പറയാ എന്ന സംഭവം വളരെ ഗൗരവമുള്ള സംഗതിയാണ്. കളവിന് ഒരു സ്വഭാവമുണ്ട്. പറയുന്നവർക്ക് കളവാണെന്ന് തോന്നൂല. പറഞ്ഞു ചേലായാൽ ഏത് സ്ഥലത്തും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടാൻ ആവശ്യമുള്ളതങ്ങ് പറയും. അത് സത്യമാകണമെന്നില്ല. കളവായെങ്കിൽ തരക്കെടുമില്ല. അങ്ങനെ വരുമ്പോൾ രക്ഷപ്പെടാനുള്ള കളവുകൾ ആയിരക്കണക്കിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുത്തുനബിയോട് സഹാബത്ത് ചോദിച്ചു, മുഅ്മിന് പൊള്ളു പറയോ? മുത്തുനബി പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലാ യക്ദിബു. മുഅ്മിൻ പൊള്ളു പറയില്ല. മുഅ്മിനായ മനുഷ്യൻ നിശ്ചയം പൊള്ളു പറയില്ല. അതുകൊണ്ട് ആണും പെണ്ണും യുവാക്കളും ശ്രദ്ധിക്കണം. ജീവിതത്തിൽ കളവ് പറയില്ലെന്ന് ഈ സദസ്സിൽ വെച്ച് നമ്മൾ ശപഥം ചെയ്യണം. അതേപോലെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഇനി കണ്ണുകൊണ്ട് കാണൂല. മൊബൈൽ ഫോണിൽ സെക്സ് കാണില്ല, സിനിമ കാണില്ല, ബ്ലൂ ഫിലിം കാണില്ല, ആണ് പെണ്ണുങ്ങളെ ഫോട്ടോസും പെണ്ണുങ്ങൾ ആണിന്റെ ഫോട്ടോസും കാണില്ല. വാർത്ത വായിക്കുന്ന പെണ്ണിനെ പോലും കാണാൻ പറ്റില്ല. വാർത്ത വായിക്കുന്ന പെണ്ണ് നമുക്ക് നല്ല വട്ട. ഇതൊക്കെ പറയാൻ പറ്റുമോ ഈ കാലത്ത്? അതൊന്നും എനിക്കറിയില്ല. പറഞ്ഞു പോവുകയാണ് ഞാൻ. ഇതൊക്കെ തെറ്റായ വിഷയത്തെ തെറ്റാണെന്ന് മനസ്സിലാക്കുന്നതല്ലേ ഗുണം. എന്നാൽ അത് തെറ്റാണെന്നൊരു ബോധമുണ്ടെങ്കിൽ തെറ്റിനെ തെറ്റായി വിശ്വസിച്ചു കൊണ്ടെങ്കിലും മരിക്കാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വീണ്ടും ഒന്ന് വരികയാണ്. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള, സ്ത്രീകളും പുരുഷന്മാരും പരസ്പരമുള്ള ദർശനങ്ങൾ, അത് രക്തബന്ധത്തിലും കെട്ടുബന്ധത്തിലും. അൽഹമു അൽ മൗത്ത്, ബന്ധു മരണമാണ്, വലിയ മാരകമായ രോഗമാണ്.
വലിയ പ്രത്യാഘാതമാണ് ബന്ധുവിലൂടെ വരുന്നത്. മുത്തുനബി പറഞ്ഞു, അകത്തെ കള്ളനെ പിടിച്ചു കെട്ടാൻ ഒരു നായക്കും കുരക്കാൻ പറ്റില്ല. പുറത്തിൽ നിന്ന് വരുന്ന കള്ളന് വേണ്ടി വീട്ടിലെ വളർത്തു നായക്ക് കുരക്കാമെങ്കിൽ അകത്തെ കള്ളനെ പിടിച്ചു കെട്ടാൻ ഒരു നായക്കും കുരക്കാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞതിലൊക്കെയുണ്ട്, നിങ്ങൾക്കത് ബോധ്യമാകും. ഞാൻ ഈ പറഞ്ഞ വാക്കിൽ എല്ലാം ഞാൻ ഒതുക്കി കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം മുത്തുനബി നമ്മൾക്ക് വരച്ച് കാണിച്ചു തന്ന ഹുജുവായ പാതയിൽ നമ്മൾ നിൽക്കുക. മുത്തുനബി കണക്ക് തീർത്ത് പറഞ്ഞിട്ടുണ്ട്, അൽഹമു അൽ മൗത്ത്. കെട്ടുബന്ധങ്ങളിലൂടെ വന്ന സംഗതികളില്ലേ ബന്ധുക്കൾ, ആ ബന്ധുക്കൾ നിങ്ങളുടെ ഈമാനിനെ നിഷ്കാസനം ചെയ്യുന്ന, നിങ്ങളെ സ്വർഗത്തെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്ന, നരകത്തെ നിങ്ങൾക്ക് നിർബന്ധമാക്കുന്ന, ഈമാനിനെ നഷ്ടപ്പെടുത്തുന്ന, നിങ്ങളെ തന്നെ നശിപ്പിച്ചു കളയുന്ന മാരകമായ മരണമാണ് ആ ബന്ധു എന്ന് മുത്തുനബി പറഞ്ഞത്. വല്ലാത്ത ഒരു അർത്ഥഗാംഭീര്യമുള്ള പദമാണ്. ഇത് നന്നായി ആലോചിച്ചോളണം, ചിന്തിച്ചോളണം.